ഇന്ന് നമ്മുടെ എൻഗേജ്മെന്റിന്റെ തലേ ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സും പിന്നെ വീടിനടുത്തുള്ള കുറച്ച് പേര് എത്തിയിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലെങ്കിലും തലേ ദിവസം ഒരു ബഹളമാണല്ലോ. ഈ ഒരു ബഹളത്തിലും എൻ്റെ ആകെയുള്ള ഒരു ടെൻഷന് നാളെ ഇടാനുള്ള ഡ്രസ്സ് ഇവിടെ എത്തിയിട്ടില്ല. അത് കിട്ടിയിട്ട് വേണം എനിക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളുടെ നാളത്തെ പരിപാടിന്റെ സ്റ്റേജ് ആണ് കേട്ടോ. ഞാനിതിന്റെ മുന്നിൽ നിന്ന് തിരിഞ്ഞു കളിക്കുന്ന വേറൊന്നും അല്ല കേട്ടോ. ഇവർ ഓരോന്നെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ അതും നോക്കി നിൽക്കുകയാണ്. സ്റ്റേജ് ലൈറ്റൊക്കെ എപ്പോഴും റെഡി ആയതുകൊണ്ട് തന്നെ ഒരു പാട്ടും കൂടി ഉണ്ടായാൽ പിന്നെ നോക്കണ്ട. അങ്ങനെ ഒരു പാട്ട് അങ്ങോട്ട് വെച്ചപ്പോ തന്നെ മക്കളെക്കാൾ കളി പുള്ളിക്കാരനാട്ടോ. ഇത് നോക്കി ഇരിക്കുമ്പോഴാണ് എനിക്കൊരു കോൾ വന്നിട്ടുള്ളത്. ഡ്രസ്സ് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന്. പിന്നീട് എനിക്ക് സംഭവിച്ചിട്ടുള്ളത് ഇതാട്ടോ. നാളെ എൻ്റെ എൻഗേജ്മെന്റ്. ഞാനിപ്പോഴും ഉള്ളത് നമ്മളെ ടൈലറിങ് ഷോപ്പിൻ്റെ അടുത്താണ്. സോ എന്ന് വെച്ചാൽ നമ്മൾ ഡ്രസ്സ് അടിച്ച് കുറച്ച് പണി പാളി. സോ ഞാൻ ഇന്നത്തേക്കായിരുന്നു അവരുടെ ഡ്രസ്സ് കാര്യം പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഒരു ദിവസം മുന്നേ നമ്മൾ പറഞ്ഞായിരുന്നു. അതിൻ്റെ മിസ്റ്റേക്കാണ് ശരിക്കും. ഞാൻ അവർക്ക് കുറച്ചുകൂടി ഞാൻ കൊടുത്തതിന് കുറച്ച് ലേറ്റ് ആയിട്ട് കൊടുത്തത്. ഞാൻ അവർക്ക് കുറച്ച് അടിക്കാൻ കുറച്ച് സിമ്പിൾ ആയിക്കോട്ടെ വിചാരിച്ച് എനിക്ക് ഇന്നത്തേക്ക് മതി എന്ന് പറഞ്ഞു. നാളെ എൻഗേജ്മെന്റ്, അപ്പം ഇന്നത്തേക്ക് തലേന്ന് മതി എന്ന് പറഞ്ഞു. പക്ഷെ ഡ്രസ്സ് കിട്ടിയത് എനിക്ക് 9 മണിക്ക് കിട്ടിയത്. ഞാനത് ഇട്ട് നോക്കിയപ്പം സ്റ്റിച്ചിങ് കറക്റ്റല്ല. ഞാൻ പറഞ്ഞതൊന്നും കറക്റ്റായിട്ട് വെച്ചിട്ടില്ല. ഞാൻ ആകെ ഭയങ്കര ഷോക്കായിപ്പോയി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞങ്ങളിപ്പം ഇടവണ്ണപ്പാറ വന്നിട്ട് അതുകൊണ്ട് വന്ന് അവരുടെ തന്നെ പോയിട്ട് നമ്മൾ ഡയറക്റ്റ് വന്നിട്ട് നമ്മൾ കറക്റ്റ് ഫിറ്റ് ചെയ്തിട്ടാണ് വിചാരിച്ചു. കാരണം ഡയറക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് അളവിലെടുക്കാൻ പറ്റുന്നതായിരിക്കും. മനസ്സിലായി. ഒരിക്കലും തലേന്നൊന്നും നമ്മൾ ഡ്രസ്സ് വേണമെന്ന് പറയുന്നു. ഒരു ദിവസം മുന്നേ പറയണം. അതെന്നെ മിസ്റ്റേക്കാണ്. ആ ഒരു വിഷമത്തിന് നാരങ്ങ സോഡ കുടിക്കാമെന്ന് വിചാരിച്ചു. നാരങ്ങ സോഡ കുടിക്കാൻ എല്ലാവരും